ഏട്ടന് ഇപ്പൊ എന്താ ഇങ്ങനെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇരുന്നാ പോരെ? ഇത് മധുരം കുറവാ. നിങ്ങൾക്ക് പൈക്ക് മധുരം ഒന്നും ഉണ്ടാവില്ല. എന്താ മധുരം ഇല്ലാത്തതിന് പിന്നെ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ ഈ വീട്ടിൽ എല്ലാ പണിയും എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇങ്ങനെ നമ്മുടെ കുറ്റം കേൾക്കുന്നുണ്ട്. എന്നിട്ട് അല്ല അമ്മ എന്നെ പറ്റി പറയണതേ അപ്പൊ ഇന്നെ കേൾപ്പിക്കുന്നത് പോരാണ്ട് ഇന്ന് അപ്പുറത്തെ വീട്ടിലും കൂടി പോയി പറയണു. അതിന്റെ ആവശ്യം എന്താ? ഞാൻ ആ ചേച്ചിയുടെ മുഖത്ത് എങ്ങനെ നോക്കുക? ആ ആവശ്യമില്ലാത്തൊക്കെ പോയി പറഞ്ഞു കൊടുത്തിട്ട്. ഏത് ചേച്ചിയുടെ മുഖത്ത്? അപ്പുറത്തെ ചേച്ചിയുടെ വീട്, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ, ആ സുമ ചേച്ചിയുടെ വീട്ടില്. നന്നോ അതൊക്കെ? ഇങ്ങനെ വെച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടിയിട്ട് നിങ്ങൾ ഇവിടെ എന്താ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. അല്ല അത് വേണ്ട, അത് വേണ്ട, ഞാൻ അമ്മോട് പറഞ്ഞോളാം. അത് അങ്ങനെ പറ്റില്ലല്ലോ. അതാ നല്ലത്. അങ്ങനെ എന്റെ കുറ്റം പറഞ്ഞിറക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ അമ്മോട് ചോദിച്ചോളാം. ഈ പേടിക്കണ്ട, ഞാൻ അമ്മോട് ചോദിച്ചോളാം. അങ്ങനെ നല്ലത്. അമ്മ പൊരിഞ്ഞ പേപ്പർ വായനയിലാണല്ലോ. പേപ്പർ വായിച്ചിട്ട് ന്യൂസൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും പറയണോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വീട്ടിലുള്ളതൊന്നും അമ്മ അങ്ങനെ പുറത്തു പോയി പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാറില്ല. അല്ല നിങ്ങള് പറയാറില്ല, എന്നാലും എന്താ അറിയാ അമ്മ, നിഷയുടെ കുറ്റമൊക്കെ നിങ്ങള് അപ്പുറത്ത് ആ ചേച്ചിടത്ത് പോയി പറഞ്ഞു. അതൊന്നുമില്ലാന്ന്. അല്ല നിങ്ങള്, അവള് സത്യം പറഞ്ഞ അവള് പണിയെടുക്കണില്ല, മുറ്റടിക്കണില്ല, പാത്രം കഴുകണില്ല, അതൊക്കെ നമ്മക്കറിയാം. പക്ഷെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോയി പറയണത് ശരിയല്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല. അല്ല ഭാര്യയെ കൊണ്ട് ഒരു കുറ്റവും പറയില്ല. എന്നാ പോരെ എനിക്ക് ഇതല്ലേ വേണ്ടു. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? എന്തിന് എടീ, അമ്മ ഇപ്പൊ നിന്റെ കുറ്റമൊന്നും പറഞ്ഞു കൊടുക്കണില്ലല്ലോ ആ കാര്യത്തില്. അതില് ഞാൻ ഭയങ്കര ഹാപ്പി. അതാണ് നീ എന്താ വിചാരിച്ചേ, ഞാൻ പറഞ്ഞ അമ്മ കേൾക്കില്ലാന്നോ? എടി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ വരച്ച വരയിൽ നിൽക്കും. അതാണ് ഏട്ടന്റെ കഴിവ്, മനസ്സിലായോ? ഞാൻ ഭയങ്കര ഹാപ്പിയാ. പക്ഷേ ഇവിടെ സങ്കടപ്പെടുന്ന ഒരാൾ ഉണ്ട് ഇപ്പോ. അതാരാ? നിങ്ങളാ. ഞാനാ? എന്തിന്? ഇപ്പൊ നിങ്ങളെ പറ്റിട്ടാണല്ലോ അവര് കുറ്റം പറയണത്. എന്നെ പറ്റിട്ടാ? അതെ. എന്ത്? നിങ്ങളിപ്പോ അവര് പറഞ്ഞൊന്നും കേൾക്കണില്ല. നിങ്ങൾ ഇന്റെ സാരി തുമ്പിലാണ്, നിങ്ങൾ ഒരു വെൺകോന്തനാണ്, നിങ്ങൾ അവരെ ചീത്ത അറിയുന്നുണ്ട്, നിങ്ങൾ അവരെ മുണ്ടാൻ സമ്മതിക്കണില്ല. ഇപ്പൊ എന്റെ മേത്തിക്കായ എന്റെ അമ്മ.